എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിലാണെങ്കിൽ ആ ബോബ് ലേഡി അവളാണെങ്കിൽ ആ 9 പൈലറ്റ്സിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ നമ്മുടെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കും. അവരാണെങ്കിൽ അതൊക്കെ കേട്ട് പേടിച്ചിരിക്കുകയാണ്. ലേഡി കാഷ്വലായിട്ട് പറയും, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല, ആവശ്യമില്ലാത്ത ഒരു പ്രശ്നത്തിലും നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തലയിടരുത്, അറിയാതെയും തലയിടാൻ പാടില്ല, അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വരൂ. സോ എന്റെ ഹസ്ബൻഡിനെ കണ്ടുപിടിക്കുക എന്നത് മാത്രമായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. അതിന് ലൂഫി പറയും, അതെ, നിങ്ങളുടെ ഹസ്ബൻഡ് ആ ക്രാഫ്റ്റ്മാൻ, അവനാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അവനെ കണ്ടുപിടിച്ച് കപ്പൽ കവർ ചെയ്ത് ഇവിടുന്ന് യാത്ര തുടരണമെന്ന് ലൂഫി ഇപ്പോ ആ ലേഡിയോട് പറയും. അങ്ങനെ നമ്മുടെ ആൾക്കാരെല്ലാവരും ഇപ്പൊ ആ പാർക്കിലേക്ക് വരികയാണ്. ലൂഫിക്കാണെങ്കിൽ ആ പാർക്ക് കണ്ടതും അവന്റെ കൺട്രോൾ പോവും. കാരണം നമ്മുടെ ചെക്കൻ ലൂഫി അവൻ സീരിയസ് ഫൈറ്റിൽ പോലും ഫൺ കണ്ടെത്തുന്ന ആളാണ്. ഇപ്പൊ ഇത്രയും ഫൺ മെറ്റീരിയൽ അവിടെ ഉള്ളപ്പോ ലൂഫിക്ക് അതൊന്നും കണ്ടില്ല എന്ന് വെക്കാനാവില്ല. അവനാണെങ്കിൽ അതിൽ കയറാനായി ആകാംക്ഷയോട് കൂടെ നോക്കി നിൽക്കും. അതിനാ സ്റ്റാർ ഫിഷ് അവൻ ടെൻഷനാവും. അവൻ ദേഷ്യപ്പെട്ടു പറയും, യു ആർ അൺബിലീവബിൾ, നമ്മൾ ഇവിടേക്ക് വന്നത് എന്തിനാണെന്ന് നീ മറന്നുപോയോ? നമ്മൾ ഇവിടെ വന്നത് ഈ റൈഡിലൊന്നും കയറാനല്ല, ക്രാഫ്റ്റ് മാനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് നമ്മുടെ കപ്പലിലേക്ക് കൊണ്ടുപോകാനാണ്. സോ വന്ന പണി മാത്രം നമ്മളിപ്പോ ചെയ്യാൻ പാടുള്ളൂ. ആ ലേഡി പറഞ്ഞത് നിനക്ക് ഓർമ്മയില്ലേ? പക്ഷെ ലൂഫിക്ക് ആണെങ്കിൽ അവൻ പറയുന്ന ഒന്നും തലയിൽ കയറില്ല. അവനാണെങ്കിൽ ഓരോ റൈഡിലും നോക്കി വണ്ടർ അടിച്ച് നിൽക്കുകയാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത് ആ മർമേഡ് പെണ്ണിനെ കാണിക്കും. അവളും ഇപ്പൊ റൈഡുകളിൽ നോക്കി നിൽക്കുകയാണ്. അവൾ ഇതുവരെ ഇതുപോലുള്ള റൈഡിലൊന്നും കയറിയിട്ടില്ല. സ്റ്റാർ ഫിഷ് ചാടി വന്ന് അവളുടെ തലയ്ക്കൊരു ഒറ്റയടി. നീ ഒരു മർമേഡ് ആണെന്നുള്ള കാര്യം നീ മറക്കാൻ പാടില്ല. ഇപ്പൊ നമ്മൾ കെയർഫുൾ ആയിട്ട് നിന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരുടെയും ജീവൻ അപകടത്തിലാവും. പക്ഷെ അപ്പോഴായിരിക്കും ഒരു വമ്പ ട്വിസ്റ്റ്. ലൂഫിയും ടീമും ആണെങ്കിൽ ഇപ്പൊ ആ റൈഡിൽ കയറി കഴിഞ്ഞു. മർമേഡിന് അത് കണ്ട് കൺട്രോൾ ചെയ്യാനാവില്ല. അവിടെ ഓടിപ്പോയി ആ റൈഡിൽ കയറും. സ്റ്റാർ ഫിഷിനാണെങ്കിൽ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഒരു റൗണ്ട് പോയി ഇപ്പൊ താഴെ ഇറങ്ങി നിൽക്കുകയാണ്. ബ്രൂക്ക് അവനാണെങ്കിൽ ഇപ്പോഴും ആ റൈഡിൽ കയറി പേടി മാറിയിട്ടില്ല. പക്ഷെ ലൂഫിക്ക് മാത്രം വീണ്ടും അടുത്തൊരു റൗണ്ട് കൂടെ പോണെന്നാണ് ഭയങ്കര ആഗ്രഹം. ലൂഫിയെ പോലെ തന്നെ സ്റ്റാർ ഫിഷിനും വീണ്ടും വീണ്ടും ഇപ്പൊ അതിൽ കയറാനായിട്ട് ആഗ്രഹം തോന്നും. പിന്നീട് വീണ്ടും റെഡിയായി അവരിപ്പോ അടുത്ത റൈഡിലേക്ക് വലിഞ്ഞു കയറുകയാണ്. ബ്രൂക്ക് പറയും, എന്നെ കൊണ്ട് പറ്റില്ല, ആദ്യത്തെ റൈഡിൽ കയറിയപ്പോ തന്നെ എന്റെ ഹാർട്ട് പുറത്തു വന്നേനെ, ഭാഗ്യത്തിന് എനിക്ക് ഹാർട്ട് ഇല്ലാത്തതുകൊണ്ട് യാതൊരു പ്രശ്നം ഉണ്ടായില്ലെന്ന് പറഞ്ഞ് അവൻ പൊട്ടിച്ചിരിക്കും. ഉടനെ ബാക്കിയുള്ളവരെല്ലാവരും ആ റൈഡിലേക്ക് കയറുകയാണ്. റൈഡാണെങ്കിൽ പതിയെ പതിയെ മുകളിലേക്ക് പോവും. അത് കാണുമ്പോൾ ബ്രൂക്കിന് ഓ മൈ ഗോഡ്, ഇത് ഇത്രയും സ്ലോ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്, സത്യത്തില് ഇതായിരുന്നു എനിക്ക് പറ്റിയ റൈഡെന്ന് പറഞ്ഞ് അവൻ ഒത്തിരി വിഷമത്തില് ആ റൈഡിലേക്ക് നോക്കുകയാണ്. പക്ഷെ അടുത്ത സെക്കൻഡ് അത് ഫുൾ ഫോഴ്സില് താഴേക്ക് പോവാണ്. അവൻ രക്ഷിക്കടാ എന്ന് പറഞ്ഞ് നിലവിളിച്ച് ഇപ്പൊ താഴേക്ക് വീഴും. കട്ട് ചെയ്ത അവരതിനുശേഷം ഇപ്പൊ ഒരു കപ്പ് റൈഡിലേക്ക് കയറും. അതിനുള്ളിലുള്ള സർക്കിള് അത് തിരിക്കുന്നതിനനുസരിച്ച് ഇരിക്കുന്ന ആ ഒരു കപ്പ് അതും പതിയെ പതിയെ റൊട്ടേറ്റ് ചെയ്യും. സ്റ്റാർ ഫിഷും ലൂഫിയും അവർ രണ്ടുപേരും അമ്പൻ ആവേശത്തില് ആ ലിവർ പിടിച്ച് ഫുൾ സ്പീഡിൽ തിരിക്കാനായിട്ട് തുടങ്ങും. തിരിച്ച് ആ കപ്പ് കറങ്ങി കറങ്ങി അങ്ങനെ തെറിച്ച് പുറത്തേക്ക് വീഴും. ആ പാർക്കിന്റെ മാനേജർ വന്ന് ഇപ്പൊ അവരെ ചീത്ത വിളിക്കും. അതിനുശേഷം വീണ്ടും അടുത്തൊരു റൈഡിൽ കയറി അവർ സ്പീഡിൽ കറങ്ങും. ആ മർമേഡിനാണെങ്കിൽ ആ റൈഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അവൾക്കിപ്പോൾ ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ അടിപൊളിയായിട്ട് കാണാം. ആ കാഴ്ചകളൊക്കെ കണ്ട് ഒരുപാട് വിഷമിച്ച് ഫ്ലാഷ് ബാക്കിലേക്ക് പോകും. അവളുടെ ചെറുപ്പം മുതലുള്ള ആഗ്രഹമായിരുന്നു ഈ ഒരു സ്ഥലത്തേക്ക് വന്ന് ഈ റൈഡുകളിൽ മുഴുവൻ ഒന്ന് കയറണമെന്ന്. പക്ഷെ അവളെ കൊണ്ട് അത് ഇതുവരെ സാധിച്ചിട്ടില്ല. അവൾ ഇതിനടുത്ത് വരെ ആ റൈഡ്സ് ഒക്കെ നോക്കി അതിനുശേഷം തിരികെ പോവുകയായിരുന്നു പതിവ്. അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത ഹച്ചിനാണെങ്കിൽ ഇപ്പൊ മർമേഡിന്റെ സന്തോഷം കണ്ട് അവളെ നോക്കുന്നു. അവനും ഇപ്പൊ അവന്റെ ആഗ്രഹം അത് സാധിച്ചു കിട്ടിയതോർത്ത് ഒരുപാട് സന്തോഷിക്കും. അതിനുശേഷം അവരെല്ലാവരും ഇഷ്ടമുള്ളതൊക്കെ മേടിച്ചും കഴിച്ചും അങ്ങനെ എൻജോയ് ചെയ്യും. ഹച്ചിനാണെങ്കിൽ ചെറിയ കുട്ടികളുടെ റൈഡിൽ പോലും കയറിയിരുന്ന് കളിക്കും. ഇതാ ഇപ്പൊ കരടിയുടെ വേഷമൊക്കെ ഇട്ട് ഒരു പരട്ട്. അവനാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ തന്നെ നോക്കും. ഇവ മറ്റാരും അല്ല, നമ്മുടെ ആൾക്കാരെ മുൻപ് അറ്റാക്ക് ചെയ്ത അവരുടെ ടീമിലുള്ളവനാണ്. അവൻ ഇപ്പോഴും ആ മർമയുടെ പെണ്ണ് അവൾ തന്നെയായിരിക്കും നോക്കി നിൽക്കുക. കാരണം മറ്റൊന്നുമല്ല, ആ ഫൈറ്റിനിടയിൽ അവളുടെ ചെരുപ്പ് താഴെ വീണ് അവളുടെ ഫിന്ന് അവർ കണ്ടിരുന്നു. സോ അവൾ മനുഷ്യനല്ല, മറിച്ച് ഒരു മർമേഡാണെന്ന് അവരപ്പൊ തന്നെ തിരിച്ചറിഞ്ഞതാണ്. അങ്ങനെ ബോസിനോട് വമ്പനൊരു ഡീലൊക്കെ വെച്ചിട്ടാണ് അവളെ പിടിക്കാൻ കരടി വേഷത്തിൽ അവൻ ഇവിടേക്ക് വന്നത്. ഇവിടെ നമ്മുടെ ആൾക്കാരാണെങ്കിൽ അവളെ ഒരു ഭാഗത്തിരുത്തി അവൾക്ക് കഴിക്കാൻ ഫുഡ് വാങ്ങാൻ പോവും. അടുത്ത സെക്കൻഡ് ആ കരടി അവളുടെ അടുത്തേക്ക് വന്ന് അവളെ കിഡ്നാപ്പ് ചെയ്യും. കട്ട് ചെയ്ത ട്രീ നമ്പർ 24 കാണിക്കും. അവിടേക്ക് ഒരു സെലസ്റ്റിയൽ ഗാർഡിയൻ അവൻ അങ്ങനെ കടന്നു വരികയാണ്. ഒരു പാവ അടിമയാണ് അവനെ ചുമലിലെടുത്ത് പതിയെ പതിയെ നീങ്ങുക. എല്ലാവരും അവനെ കണ്ട് തല കുമ്പിട്ട് നിൽക്കും. അപ്പോഴായിരിക്കും കുറച്ചു പേര് ഒരു പേഷ്യൻസിനെ കൊണ്ട് ഓടി പോകുന്നത് കാണുക.
ആ സെലസ്റ്റിയൽ ഗാർഡിയൻ അവൻ ഫുൾ കലിപ്പില് ഇപ്പൊ ആ പേഷ്യന്റിന്റെ അടുത്തേക്ക് വരും. അതിനുശേഷം കൈ ചുരുട്ടി ആ പേഷ്യന്റിനെ അടിച്ച് താഴെയിടും. ഉടനെ നേഴ്സും ഡോക്ടേഴ്സും എല്ലാവരും അതുകൊണ്ട് ഷോക്കായിട്ട് നിൽക്കുകയാണ്. പക്ഷെ ആരും സെലസ്റ്റിയൽ ഗാർഡിനെതിരായിട്ട് പ്രതികരിക്കാൻ തയ്യാറാവില്ല. ആ സെലസ്റ്റിയൽ ഗാർഡ് ആണെങ്കിൽ ഇപ്പൊ ആ നേഴ്സിനെ തന്നെ തുറച്ചു നോക്കും. അതിനുശേഷം അവളുടെ മുഖത്തേക്ക് നോക്കി, എനിക്ക് ഇവളെ ഒരുപാട് ഇഷ്ടമായി, ഇവളെ കാണാൻ അടിപൊളിയായിട്ടുണ്ട്, ഓക്കെ ഞാനിപ്പോ തന്നെ ഇവളെ എന്റെ വൈഫ് ആക്കുകയാണ്. അതിനാളുടെ അസിസ്റ്റന്റ് പറയും, യെസ് ബോസ്, ഇവളെ ഇപ്പൊ തന്നെ നമ്മുടെ സ്ഥലത്തേക്ക് കൊണ്ടുപോവാം, നിങ്ങളുടെ 6ാമത്തെ വൈഫായി എത്രയും പെട്ടെന്ന് ഇവളെ നിയമപരമായി മാറ്റാം. അതിനാ സെലസ്റ്റിയൽ ഗാർഡ് പറയും, എന്റെ 5 വൈഫുകൾ അവറ്റുകൾ 5 എണ്ണത്തിനെയും ഞാൻ തിരികെ അയക്കും. ഇനി എന്റെ രാജകുമാരി അത് ഇവളാണെന്ന് പറഞ്ഞ് അവൾക്ക് നേരെ കൈ ചൂണ്ടും. അത് കേൾക്കേണ്ട താമസം അവൾ പൊട്ടിക്കരയും. അയ്യോ ഇല്ല ഇല്ല, എന്നെ കൊണ്ട് ഒരിക്കലും അതിന് കഴിയില്ല. പക്ഷെ അവരാണെങ്കിൽ അവൾക്ക് നേരെ വരും. അത് കണ്ട് അവളെ കല്യാണം കഴിക്കാൻ പോകുന്ന വേറൊരുത്തൻ അവൻ നിലവിളിച്ചു പറയും, നോ, അവൾ എന്റെ പെണ്ണാണ്, ഞാനാണ് അവളെ കല്യാണം കഴിക്കാൻ പോകുന്നത്. ഗാർഡ് ക്യാഷ്വലായി അവന്റെ ഗണ്ണെടുക്കും. ഓൺ ദ സ്പോട്ട് അവനെ ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണ്. അവൾ ഉച്ചത്തിൽ കരയും, പ്ലീസ് ആരെങ്കിലും എന്നെ സഹായിക്കണേ. പക്ഷെ ആരും അവളുടെ നിലവിളി കേൾക്കില്ല. ആ സെലസ്റ്റിയൽ ഗാർഡിയൻ ചോദിക്കും, എന്തു പറ്റി, നിനക്ക് എന്നെ പേടിയാണോ? പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നീ എന്റെ കൂടെ വളരെ സേഫും ഹാപ്പിയും ആയിരിക്കും. അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. വെള്ളമൊക്കെ അടിച്ച് പാമ്പായിട്ട് ആരോ അവിടേക്ക് നടന്നു വരികയാണ്. സെലസ്റ്റിയൽ ഗാർഡിയന് മുൻപിലേക്ക് ഇതാരാ നടന്നു വരുന്നതെന്ന് ചോദിച്ച് എല്ലാവരും അവരെ നോക്കും. പിന്നെ ക്യാമറ അങ്ങനെ സൂം ചെയ്ത് ആ ആളെ കാണിക്കും. അത് മറ്റാരുമല്ല, സാക്ഷാൽ നമ്മുടെ സോറോയ്ക്കാണെങ്കിൽ ഈ നിയമങ്ങളൊന്നും അറിയില്ല. അവൻ വെള്ളമൊക്കെ അടിച്ച് പിപ്പിരിയായി അവിടെ ഇവിടെയൊക്കെ നോക്കി നടന്നു വന്നുകൊണ്ടേയിരിക്കും. അവിടെയുള്ള ചിലർക്കാണെങ്കിൽ ഇപ്പൊ സോറോ ആരാണെന്ന് മനസ്സിലാവും. ഇവന് ഇവിടുത്തെ നിയമമൊന്നും അറിയില്ലേ, ഇവനും സെലസ്റ്റിയൽ ഗാർഡിയന്റെ കൈകൊണ്ട് മരിച്ചു വീഴാൻ തന്നെയാണ് യോഗം എന്ന് പറഞ്ഞ് എല്ലാവരും ഇപ്പൊ പരസ്പരം മർമറിയാണ്. സോറോ അങ്ങനെ നടന്ന് ഇപ്പൊ അവന്റെ ക്ലോസെത്തും. ആ സെലസ്റ്റിയൽ ഗാർഡിയൻ അവൻ കരി കയറി നിൽക്കുകയാണ്. സോറോ ചോദിക്കും, എന്തു പറ്റി, നിനക്ക് വഴി തെറ്റിയോ? വേണമെങ്കിൽ ഞാൻ വഴി പറഞ്ഞു തരാം എന്നവൻ പറയുന്ന ആ ഒരു സെക്കൻഡില് ഇപ്പൊ സെലസ്റ്റിയൽ ഗാർഡിയൻ അവനാണെങ്കിൽ ഗണ്ണെടുത്ത് സോറോയെ ഷൂട്ട് ചെയ്യും. സോറോ ജസ്റ്റ് മിസ്സിന് വെട്ടിത്തിരിഞ്ഞ് അവന്റെ സ്ക്വാഡ് എടുത്ത് ആൾ അറഞ്ചം പുറഞ്ഞ് വെട്ടാൻ തുടങ്ങും. ഉടനെ ആ ലേഡി പൈററ്റ് അവളിപ്പോ സോറോയുടെ ബോഡിയിലേക്ക് ചാടി വീഴും. അതിനുശേഷം നിലവിളിച്ചു പറയും, ഓ മൈ ബ്രദർ, നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥ വന്നല്ലോ, നിങ്ങൾ മരിച്ചു പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കാണ്. എന്നിട്ട് നൈസായി ഇപ്പൊ സോറോയുടെ ചെവിയിൽ പറയും, മിണ്ടി പോരുത്, മിണ്ടിയ വലിയ അപകടമാണ്. അവളാണെങ്കിൽ ഇപ്പൊ അവന്റെ തല മുഴുവൻ കുറെ സോസൊക്കെ വാരി ഒഴിക്കും. ഗാർഡിയൻ അവന്റെ ഗണ്ണ് നോക്കും, ഓ എന്റെ ഗണ്ണിന് ഇത്രയും പവർ ഉണ്ടോ, ഓക്കെ കുഴപ്പമില്ല. അവന്റെ കാറ്റ് പോയെന്ന് പറഞ്ഞ് അവൻ വീണ്ടും വണ്ടിയിൽ കയറി അങ്ങനെ മുൻപോട്ട് പോവാണ്. അയാൾ പോയെന്ന് ഉറപ്പ് വരുത്തിയതും ആ പെണ്ണാണെങ്കിൽ ഇപ്പൊ സോറോയെ അച്ചറം പൊച്ചറം ചീത്ത വിളിക്കാണ്. ഈ കാരണം ഞങ്ങൾ എല്ലാവരും അപകടത്തിൽ പെട്ടേനെ. ആ സെലസ്റ്റിയൽ ഗാർഡിയൻസ് അവരെല്ലാവരും ഇവിടേക്ക് വന്ന ഈ അയലാൻഡ് തന്നെ അവർ ചുട്ടുകരിക്കും. ഉടനെ ദൂരത്തായിട്ട് ആ ബോണി പൈററ്റ് അവനും ശ്വാസമൊക്കെ വലിച്ചു വിട്ട് റിലാക്സ് ചെയ്യാണ്. പെണ്ണ് വന്നില്ലായിരുന്നെങ്കിൽ അവന്റെയും നമ്മുടെയും കാര്യം ഒക്കെ തന്നെ പോക്കായനെ. സോറോ ആണെങ്കിൽ അതൊന്നും മൈൻഡ് പോലും ചെയ്യില്ല. അവൻ എഴുന്നേറ്റ് ആ നേഴ്സിന്റെ ഫിയാൻസി അവനെ തൂക്കിയെടുത്ത് ഇപ്പോ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. കട്ട് ചെയ്ത കപ്പലില് താഞ്ചയും ടീമും അവരാണെങ്കിൽ കാര്യമായിട്ട് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കും. അവർക്കും ഈ അയലാൻഡ് ഒക്കെ ചുറ്റി കാണുന്ന ഇപ്പൊ ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. ഉടനെ കപ്പലിലേക്ക് ഇപ്പൊ ഒരു കോള് വരികയാണ്. ശബ്ദം കേട്ട് സാഞ്ചി റിസീവർ എടുക്കും. ഓപ്പോസിറ്റ് സൈഡ് നമ്മുടെ ചോപ്പർ അവൻ പൊട്ടിക്കരഞ്ഞ് ഇപ്പൊ സാഞ്ചിയോട് പറയും, നമ്മുടെ മർമേഡ് പെണ്ണ് അവളെ കാണാനില്ല. സാഞ്ചി ആണെങ്കിൽ ഒരു സെക്കൻഡ് ആ ന്യൂസ് കേട്ട് ഫ്രീസ് ആയി പോവും. ചോപ്പർ പറയും, മർമേഡുകളെയും സ്റ്റാർ ഫിഷിനെയും ഫിഷർമാൻസിനെയൊക്കെ വിൽക്കുന്ന ഒരു കള്ളക്കൂട്ടം അവർ ഞങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. കണ്ണു തെറ്റിയ സമയത്ത് അവളെ തട്ടിയെടുത്ത് രക്ഷപ്പെട്ടു പോയി. അവരുടെ കയ്യിൽ കിട്ടിയ ഉറപ്പായാലും അവരവളെ വിൽക്കും. ആരുടെയെങ്കിലും അടിമയായിട്ട് അവൾ എവിടെയെങ്കിലും ഇനി ജീവിക്കേണ്ടി വരും. നമ്മുടെ മുൻപിൽ വേറെ വഴിയില്ല, എങ്ങനെയെങ്കിലും സ്പ്ലിറ്റായി പോയി അവളെ കണ്ടെത്തിയേ പറ്റൂ. ഉടനെ സാഞ്ചി അവൻ ടെററായിട്ട് പറയും, നിങ്ങളിപ്പോ എവിടെയാ ഉള്ളത്? ഒരല്പസമയം നിങ്ങൾ അവിടെ തന്നെ നിൽക്കണം, ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. ഞാൻ ആ ഫ്ലൈയിങ് ഫിഷ് റൈഡേഴ്സ് അവരെ വിളിക്കാൻ പോവാണെന്ന് പറഞ്ഞ് സാഞ്ചി അങ്ങനെ മാസായിട്ട് നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.